ഇന്നത്തെ സുവിശേഷം പ്രഭാഷകൻ 4-ാം അധ്യായം. കർത്താവ് പറയുന്നു, മകനെ, പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത്, ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്, വിശക്കുന്നവനെ ദുഃഖിപ്പിക്കുകയുമരുത്, ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത്, കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കുകയരുത്, യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്, കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്, ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത്, നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയുമരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക, നായകനെ നമിക്കുക, പാവപ്പെട്ടവൻ്റെ വാക്കു ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക, മർദ്ദകൻ്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക, അചഞ്ചലനായി ന്യായം വിധിക്കുക, അനാഥർക്കു പിതാവും അവരുടെ അമ്മയ്ക്കു ഭർതൃതുല്യനും ആയിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്നു വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി.